പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നോമ്പിലെ 5-ാം ഞായറാഴ്ചയാണ്. 18 വർഷമായി ഒരു സ്ത്രീ കൂനിയായിപ്പോയി. നിവർന്നു നിൽക്കാൻ കഴിയാതെ വന്നു. എപ്പോഴും കുനിഞ്ഞു മാത്രമേ നിൽക്കുവാൻ കഴിയുന്നുള്ളൂ. നിവർന്നു നിൽക്കുവാൻ കെൽപ്പില്ല. നിവർന്നു നിന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ശിരസ് ഉയർത്തുവാനുള്ള കെൽപ്പില്ലാതെ അവൾ കൂനിയായി പോയിരിക്കുന്നു. ഈ കൂന് ദൈവത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവമേ എന്ന് തിരുമുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുന്നു. ഇതിൽ നിന്നുള്ള ഒരു വിടുതലാണ് കർത്താവ് നൽകുന്നത്. ചുരുക്കത്തിൽ നമുക്ക് പറയാം, കൂനിയായ സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ ഉള്ള സൗഖ്യം കർത്താവ് നൽകിയത് എന്തിനാ? നിവർന്നു നിന്നുകൊണ്ട് ശിരസുയർത്തി കൈകൾ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ്. ദൈവമുഖത്തേക്ക് നോക്കി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ശേഷി ആ സ്ത്രീക്ക് ഉണ്ടാകേണ്ടതിനാണ്. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലെ 2 കുഞ്ഞു വാചകങ്ങൾ നമ്മൾ പ്രത്യേകമായ പഠനത്തിന് വിധേയമാക്കുകയായിരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് ആവർത്തിച്ച് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് 3 പ്രാവശ്യം, പ്രാർത്ഥിപ്പീൻ എന്ന് 2 പ്രാവശ്യം, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഇതിനുള്ള കൽപ്പ് നമുക്ക് തമ്പുരാൻ തരും. നിവർന്നു നിന്ന് ദൈവം മുഖത്തേക്ക് നോക്കി അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള സാഹചര്യം തമ്പുരാൻ തരും. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മുഖം ദൈവാഭിമുഖമായി നിലനിർത്തുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ദൈവമുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ദൈവം എൻ്റെ മുഖത്തേക്ക് നോക്കുകയായി. ഞാനും ദൈവവും മുഖാമുഖം വരികയായി, അഭിമുഖമാവുകയായി. പ്രാർത്ഥന എന്നാൽ ദൈവാഭിമുഖ്യമാണെന്ന് മറ്റൊരവസരത്തിൽ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ 40 നോമ്പിൽ ഉച്ച നമസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് നമസ്കരിക്കുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് 40 പ്രാവശ്യം കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് സുറിയാനിയിൽ എലൈസോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവേ കരുണ ചെയ്യണമേ എന്നാണ്. വീണ്ടും മലയാളത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് 10 കുറിയലായിസോൻ എന്ന് 10 പ്രാവശ്യം, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് 10 പ്രാവശ്യം, കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് വീണ്ടും 10 പ്രാവശ്യം, കർത്താവെ ഉത്തരമരളി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് 10 പ്രാവശ്യം. അങ്ങനെ 40 പ്രാവശ്യം നിരന്തരമായി നമ്മൾ കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മുഖം ദൈവാഭിമുഖമായി വരുന്ന
ആഭിമുഖ്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു വലിയ ശക്തിയുണ്ട്. എന്താണത്? വീട്ടിൽ ഉറക്കെ പ്രാർത്ഥിക്കണം, ദൈവനാമം ഉറക്കെ ഉച്ചരിക്കണം. ദൈവനാമം ഉറക്കെ ഉച്ചരിക്കുമ്പോൾ, അതല്ല നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ, പിശാച് നമ്മളിൽ നിന്നും അകന്നു പോകും. ഇതൊരു വലിയ ഉപായമാണ്. ഈ നോമ്പിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ടെക്നിക്കാണ്, സ്പിരിച്വൽ ടെക്നിക്കാണ്. ഇങ്ങനെ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടുള്ള, തുടർച്ചയായി ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. 40 പ്രാവശ്യം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് അനസ്യൂതമായി ഇടപെടാതെ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് നമ്മളിൽ ഉണ്ടാക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കുകയാണ്. ഇതൊരു ഉപായമാണ്, ഇതൊരു ടെക്നിക്കാണ്. 40 പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ ആ പ്രാർത്ഥന ചെറുതായി നമ്മളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ദൈവനാമോച്ചാരണം പ്രാർത്ഥനയാണല്ലോ. ദൈവനാമോച്ചാരണം ഉണ്ടാകുമ്പോൾ പിശാച് ഓടിപ്പോകും. പിതാക്കന്മാർ പറയും, കുരിശു വരച്ച് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, അതാണ് നമ്മൾ കുരിശു വരച്ച് കുമ്പിട്ട് കർത്താവേ എന്ന് 40 തവണ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ നിന്ന് പിശാച് അകലുകയായി. നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ, വീട്ടിൽ, പള്ളിയിൽ, അവിടെ നിന്ന് പിശാച് പോവുകയായി. നമ്മളുടെ ഉള്ളത്തിൽ നിന്ന് പിശാച് നീങ്ങുകയായി. നമ്മളുടെ ഭവനത്തിൽ നിന്ന് പിശാച് നീങ്ങുകയായി. ദൈവസാന്നിധ്യം നിറയുകയായി. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തെ വിളിച്ചാൽ ദൈവം വരും. ദൈവം നമുക്ക് മുമ്പിൽ സന്നിഹിതനാവും. പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ എന്നാണ് ഈ നോമ്പിൽ പിതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 40 പ്രാവശ്യം കർത്താവെ എന്ന് വിളിച്ച് കുമ്പിട്ട് കുരിശു വരച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ദൈവസാന്നിധ്യം നിറയുകയായി. നമ്മളുടെ ഭവനത്തിൽ നിറയുകയായി. ദൈവസാന്നിധ്യമുള്ള ഒരു ചുറ്റുവട്ടം നമ്മൾ സൃഷ്ടിക്കുകയായി. കർത്തൃസാന്നിധ്യമുള്ള ഒരു ചുറ്റുവട്ടം നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും ഏർപ്പെടുന്ന തലങ്ങളിലെല്ലാം തന്നെ, സ്കൂളിലും ഒക്കെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ നോമ്പിൽ പ്രത്യേകം നമ്മൾ ഒരു പരിശ്രമം നടത്തുകയാണ്. പ്രാർത്ഥിച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ തന്നെ പിതാക്കന്മാർ പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ നോമ്പിൽ പ്രാർത്ഥിച്ച് കർത്തൃസാന്നിധ്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കാനും, കർത്തൃസാന്നിധ്യത്തിൻ്റെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കാനും ദൈവം നമുക്ക് കൃപ ചെയ്ത് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.